ഹലോ ഫ്രണ്ട്സ്, ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാം ഉണ്ടാക്കിയാലോ? അപ്പോൾ നോക്കാം കേട്ടോ. ആദ്യം വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡ്, പിന്നെ ഒരു 3/4 ഗ്ലാസ് പാൽ, പിന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര. പിന്നെ നമുക്ക് ഈ ബ്രൗൺ കളർ ഷെയ്ഡുള്ള ആ ഭാഗങ്ങളൊക്കെ വേണ്ട വയ്ക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീഞ്ചട്ടി വെച്ചു. നമുക്ക് ആദ്യം പഞ്ചസാര പാനി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് പൊരിച്ചങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് വെള്ളവും അതേപോലെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും ഇട്ടു കേട്ടോ. അപ്പോൾ ഇത് കുറുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് ആ ബ്രെഡിൻ്റെയൊക്കെ കോർണർ ഭാഗം മുറിക്കാം. എൻ്റെ ശബ്ദം എന്തെങ്കിലും ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, ജലദോഷം പനിക്കായിരുന്നു. ഇപ്പോഴും സൗണ്ട് അങ്ങോട്ട് കറക്റ്റായി കിട്ടിയിട്ടില്ല, ചുമയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പാനിക്ക് നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിൻ്റെ കോർണറെല്ലാം മുറിച്ച് കളയുക. പിന്നെ ഇതിനൊക്കെ അങ്ങ് പിച്ചി ഇടുക. കാരണം എന്താ, നമുക്കിത് കുഴയ്ക്കാനുള്ള സാധനം കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കില്ലേ, ഏകദേശം അതുപോലെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഷേപ്പും സൈസും ഒന്നും നോക്കണ്ടല്ലോ. അങ്ങനെ പിച്ചിട്ടതിന് ശേഷം ഒരുപാട് ലൂസാവരുത് കേട്ടോ. ലൂസാവാതെ കുഴയ്ക്കണം. എൻ്റെ കുറച്ച് ലൂസായി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ നോക്കുക. പാല് കുറച്ചായി ഒഴിച്ച് കുഴയ്ക്കുക കേട്ടോ. ലാസ്റ്റ് ആയപ്പോൾ ഉണ്ടല്ലോ, നന്നായി കുഴഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം പാലൊഴിച്ചു. അപ്പോൾ അത് മിടുക്കായി 3/4 ഗ്ലാസ് പാൽ ഉപയോഗിച്ചു, അതാണ് കേട്ടോ. ഒരു ഏകദേശം ഒരു 3/4 ഗ്ലാസ് മതിയാവും. പിന്നെ അമ്മ കുറച്ച് എന്നെ സഹായിച്ചു കേട്ടോ. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഉരുട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ഭയങ്കര സ്റ്റിക്കിയാവും. ഞാൻ പറഞ്ഞല്ലോ, പാല് കുറച്ച് കൂടുതലായി പോയി. അപ്പോൾ ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ചീഞ്ചട്ടി വെച്ചു. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ പാത്രമൊക്കെ വടിച്ചെടുത്ത് അതും ഒരു ബോളാക്കി എല്ലാം ഉരുട്ടി വെച്ചു. എല്ലാ മിഡിൽ ക്ലാസ്സുകാരും ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എണ്ണ ചൂടാവുന്ന നേരത്ത് കുറച്ച് വേസ്റ്റ് ബ്രെഡ് ഉണ്ടാവില്ലേ, നമ്മൾ അറ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്തു. ആദ്യം ഞാൻ ഒരു 4 പരീക്ഷിച്ചു കേട്ടോ. നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സൈസിനേക്കാളും ഒരു പൊടിക്ക് വലുതാവുന്നല്ലാതെ നമ്മൾ സാധാരണ മിക്സ് വാങ്ങിച്ചുണ്ടാക്കുന്ന പോലെ അങ്ങനെ വലിയ ബോളൊന്നും ആവില്ല കേട്ടോ. അതൊന്നും പ്രതീക്ഷിക്കണ്ട. ഉള്ളതിനേക്കാളും ഒരു പൊടിക്ക് വലുതാവും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാം നല്ലപോലെ ഇളക്കി പെട്ടെന്ന് ആവും കേട്ടോ. കാരണം ബ്രെഡല്ലേ, പെട്ടെന്ന് എണ്ണയിലിട്ട് പൊരിയും. അതേപോലെ എണ്ണ ഒന്നും അങ്ങനെ ഒരുപാട് കുടിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര പാനിയിലേക്ക് അപ്പം ഇട്ടു കേട്ടോ. എൻ്റെ ഒരു ആർത്തി പറയട്ടെ, പെട്ടെന്ന് തന്നെ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ നല്ലപോലെ ഇളക്കി ഒരു 2-3 മിനിറ്റ് മാത്രമേ വെയിറ്റ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ 2 എടുത്ത് എനിക്ക് കഴിച്ചേ പറ്റും. അത്രയും ക്രേവിങ്സ് മൂത്ത് ഞാൻ 2 എടുത്ത് കഴിച്ചു കേട്ടോ. പക്ഷേ അത് കുറച്ചുകൂടെ നല്ലോണം ഇങ്ങനെ പഞ്ചസാര വെള്ളം ഉതിർന്നുള്ളിലേക്ക് പോകുമ്പോഴല്ലേ അതിൻ്റെ രുചി ശരിക്കും അറിയുക. അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട്, എന്നെപ്പോലെ ക്ഷമയില്ലാത്തവർ പെട്ടെന്ന് കഴിച്ചോ. ഇല്ല, ക്ഷമയുള്ളവർ കുറച്ചുകൂടെ കാത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പം തന്നെ മുറിച്ച് കഴിക്കണം. ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. അപ്പം തന്നെ മുറിച്ച് കഴിക്കണമെന്ന് വെച്ചു. ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൽ സ്റ്റിക്കിയായിരുന്നു. ഉള്ളിൽ കുറച്ചുകൂടെ ആ പഞ്ചസാര വെള്ളം ഉതിർന്നു പോകാനുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡിനും ഒരു ചെറിയ മധുരമുണ്ട്. പിന്നെ പാലൊഴിച്ചതിൻ്റെ മധുരം, പഞ്ചസാര പാനി സൂപ്പറായിരുന്നു.